ഹലോ ഗൈസ്, ഇന്ന് നടന്ന സംഭവത്തിൽ ശരിക്കും ആരാണ് തെറ്റുകാരൻ? ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് 80 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 80 ദിവസം പിന്നിട്ട ഈ സാഹചര്യത്തിൽ വളരെ പ്രഷർ കുക്കറിന്റെ അണ്ടറിലായ പോലെയാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി? ഷാനവാസ് ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടിയിട്ടും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ആരാണ് ഉത്തരവാദി? നെവിനാണോ? നൂറയാണോ? അതോ ഷാനവാസാണോ? അതോ അനീഷാണോ? അതോ അനുമോളാണോ? ശരിക്കും പറഞ്ഞാൽ ഇവരൊന്നുമല്ല. അതിന് ഉത്തരവാദി ബിഗ് ബോസ് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അവർക്ക് എൻഡുറൻസ് ടാസ്ക് ആദ്യം തിങ്കളാഴ്ച കൊടുത്തു. തിങ്കളാഴ്ച നമുക്ക് അവർക്ക് അത് ഞായറാഴ്ചയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രകാരം അത് തിങ്കളാഴ്ച എൻഡുറൻസ് ടാസ്ക് അവർക്ക് കൊടുത്തിരുന്നു. ആ എൻഡുറൻസ് ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും അവശരായിരുന്നു. എക്സ്പെഷ്യലി നൂറ, സാബുമോൻ ആൻഡ് ആര്യൻ. ഇവർ മൂന്നുപേരാണ് ഫിസിക്കൽ എക്സോഷന്റെ അങ്ങേയറ്റം. അതുപോലെ തന്നെ 3 പേര് ക്യാപ്റ്റൻസിയിൽ വന്നിരിക്കുന്നു. അതിന്റെ കൂടെ തന്നെ അതിന്റെ നെക്സ്റ്റ് ഡേ നമുക്ക് വലിയ പ്രത്യേകിച്ച് ഫിസിക്കൽ ടാസ്ക് അത്രയും അങ്ങേയറ്റം അല്ലെങ്കിൽ എൻഡുറൻസ് ടാസ്ക് പോലത്തെ ഒരു ടാസ്ക് കൊടുത്തില്ല. പക്ഷേ അന്ന് അവർക്ക് ഫുഡ് നേരെ ചൊവ്വയിൽ ലഭിച്ചില്ല. പക്ഷേ അത് ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ടിട്ടും പിന്നെ അവരെന്ത് ചെയ്തു? അവർ നെക്സ്റ്റ് ഡേയും വീണ്ടും ഒരു എൻഡുറൻസ് ടാസ്ക് കൊടുക്കുകയുണ്ടായി. ആ എൻഡുറൻസ് ടാസ്കിൽ വീണ്ടും ആർക്ക് പണി കിട്ടി? നൂറയ്ക്കും പണി കിട്ടി, ആര്യനും പണി കിട്ടി. അപ്പൊ നൂറ ഓട്ടോമാറ്റിക്കലി റിബൽ ചെയ്യും. കാരണം അത്രയ്ക്കും ഫിസിക്കൽ എഫേർട്ട് നൂറ ഇട്ടിട്ടുണ്ട്, ആര്യനും ഇട്ടിട്ടുണ്ട്. ഇവർ രണ്ടുപേരും പൂർണ്ണമായിട്ട് ഫിസിക്കൽ ടോപ്പിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അവർ ഭയങ്കര ടയേർഡാണ്. അവർക്ക് നേരെ ചൊവ്വ ഫുഡ് കിട്ടിയില്ല. ആര്യൻ ഇൻ ദ എക്സെപ്ഷൻ. ആര്യൻ കിച്ചൺ ടീമിലുണ്ടായിരുന്നു. കിച്ചൺ ക്യാപ്റ്റനാണ്. കിച്ചൺ ക്യാപ്റ്റൻ നെവിനാണ്. അപ്പോൾ ഈ ക്യാപ്റ്റൻസിയിൽ നിൽക്കുന്ന ആര്യന് അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവരുടെ അഡ്വാൻറ്റേജ് എന്താണ്? അവർക്ക് കിച്ചണിൽ കയറിയിട്ട് എപ്പോൾ വേണമെങ്കിലും കുക്ക് ചെയ്യുക, എന്ത് വേണമെങ്കിലും എടുത്തു തിന്നാൻ ആരും അറിയത്തില്ല. ആരും അറിഞ്ഞാലും അവർക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കഴിച്ചിട്ടുണ്ട്. ആ സമയത്ത് നൂറ അങ്ങനെയല്ല. നൂറയ്ക്ക് ഫുഡ് നേരെ ചൊവ്വ കിട്ടിയിട്ടില്ല. അവരുടെ കയ്യിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ആ ഒരു ഫിസിക്കൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാകത്തിനുള്ള ഒരു സംഭവം അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് ഉത്തരവാദി എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത്, ഈ എക്സ്കലേഷൻ ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് അത് കൊടുത്തത്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ നെവിൻ അതിന് വലിയൊരു പങ്കുണ്ട്. നെവിൻ അനുവിനെ ടാർഗറ്റ് ചെയ്യുന്നു, നെവിൻ അവരെ ടാർഗറ്റ് ചെയ്യുന്നു. നെവിൻ എന്തിനാ അനുവിനെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യം? അനുവിന് അതിൻ്റെ ഒരു പേഴ്സണൽ ഗ്രഡ്ജിന്റെ പേരിൽ മാത്രം അനുവിനെ ടാർഗറ്റ് ചെയ്തില്ലായിരുന്നു നെവിൻ. നെവിൻ ചെയ്തത് ശുദ്ധ തെണ്ടിത്തരമാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരാൾ സൊസൈറ്റിയിൽ പോലും ഉണ്ടാവരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ്സിനെ വിട്ടുകളയാതിരിക്കുക. നിങ്ങൾ ഇത് ചെയ്യുക. പിന്നെ ഈ ഒരു ടാസ്ക് കാരണം ബിഗ് ബോസ് ഓരോരുത്തരുടെയും തനിനിറം പുറത്ത് കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ ഈ ഒരു എസ്കലേഷന് കാരണം ബിഗ് ബോസ് തന്നെയാണ്.